ജയിൽ മോചനം ഭയപ്പെട്ടിരുന്ന അബ്ദുൾ റഹീമിന്റെ സഹോദരനും കുറച്ച് യൂട്യൂബർമാർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് സൗദി ജയിലിൽ നിന്നും റിയാദ് ജയിലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി പിരിച്ചുണ്ടാക്കിയ കാശ് അദ്ദേഹം പാവപ്പെട്ടവർക്ക് കൊടുക്കുമോ എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ടും, അതുപോലെ ഇത്രയും കാശ് ഒരുമിച്ച് വന്നപ്പോൾ മാനസികപരമായി ഉണ്ടായ ഒരു അങ്കലാപ്പും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ചില യൂട്യൂബർമാരും അദ്ദേഹത്തിൻ്റെ രക്തബന്ധത്തിൽ ചില ആളുകളും. ഏതായാലും അവർക്കെല്ലാം കുറച്ചു കാലം കൂടിയും സന്തോഷിക്കുവാനുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ സിറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കേസിനെ പറ്റി വീണ്ടും പഠിക്കും. ഇപ്പോൾ ആ കുടുംബത്തിന് കൊടുത്ത കോടി എന്ന് പറഞ്ഞാൽ അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കുവാൻ, വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള കാശ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനത്തിനുള്ള ഒരു കാര്യവും ഇവിടെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. റിക്വസ്റ്റ് ചെയ്യുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് വലിയ ഒരു കുറ്റമാണ്. മരണപ്പെട്ട കുഞ്ഞിൻ്റെ സ്വന്തക്കാർ പറഞ്ഞ ആ കോടിക്കണക്കിന് രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പെട്ടെന്ന് സ്വരൂപിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ നമ്മൾ പഴം തൊലിക്കും പോലെ കാശെന്നാ പിടിച്ചോ റഹീമിനെ എങ്ങത്താ എന്ന് പറയുവാൻ ഇതൊരു കച്ചവടം നടത്തുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കച്ചവടമല്ല. ഇത് കൊലപാതകം ചെയ്തതിന് ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെ ആ കൊലപാതകത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ശേഷം ജയിൽ മോചിതനാക്കുകയും സ്വന്തം നാട്ടിൽ കൊണ്ടുവരികയും അത്തരത്തിലുള്ള ഒരു പാക്കേജായിരുന്നു ഈ കാര്യം. അതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിനുള്ള ആ ദിയാദനം കൊടുത്തപ്പോഴേക്ക് തന്നെ ആ കാശിൻ്റെ കണക്ക് ചോദിച്ചുകൊണ്ടും അതിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒരുപാട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില യൂട്യൂബർമാർ ചാടി കളിച്ചുകൊണ്ട് വീഡിയോ ചെയ്തപ്പോഴും അത് കേട്ടുകൊണ്ട് അവരുടെ ഫിത്തനയിൽ പെട്ടുകൊണ്ട് അവരുടെ കെണിയിൽ പെട്ടുകൊണ്ട് ഈ സഹോദരനും അമ്മാവനും എല്ലാം ഇറങ്ങി പുറപ്പെട്ടപ്പോഴും ഇത്തരത്തിൽ തന്നെ ആയിത്തീരും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പല വീഡിയോയിലൂടെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സൗദി അറേബ്യനെ പറ്റി പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ തർജ്ജമ ചെയ്തുകൊണ്ട്, ഇവിടെ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ട് ഇവർ കേൾക്കുന്നുണ്ട്. എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ പറയുന്ന മലയാളത്തിൽ പറയുന്ന ഓരോ വീഡിയോകളും നമ്മൾ സുരക്ഷിതമായിട്ട് ഓരോ മാളത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഓരോ വീഡിയോകളും, സൗദി അറേബ്യയെ എതിർത്തുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും എല്ലാം ചെയ്യുന്ന ഓരോ വീഡിയോകളും ഈ റഹീമിനെ ദോഷമായി ഫലിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് റിയാദ് കമ്മിറ്റി എന്തുകൊണ്ട് ഈ കണക്കും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ മോചനത്തിൻ്റെ മുന്നേ എന്തുകൊണ്ട് വിവരിച്ചില്ല എന്നുള്ളത്, എന്തുകൊണ്ട് അത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ ഈ വിധി കേൾക്കുന്ന ബുദ്ധിയുള്ള അന്നം കഴിക്കുന്ന ഓരോ ആളുകൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണെന്ന്. എത്രമാത്രം കാശ് ഇതിൻ്റെ പിറകിൽ സ്വരൂപിച്ചെന്നും അതുപോലെ എത്ര ചെലവായിട്ടുണ്ടെന്നും എല്ലാം പബ്ലിഷായി കഴിഞ്ഞു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നല്ലാതെ അവർക്ക് ഈ കേരളത്തിൽ അവരുടെ വീട്ടിൽ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരനും മറ്റുള്ള സ്വന്തക്കാർക്കും എല്ലാം ആവലാതിയായി കഴിഞ്ഞു. റഹീമിൻ്റെ മോചനമല്ല പിന്നെ അവിടെ അവർക്കൊന്നും പ്രശ്നമുള്ളത്. ഈ കിട്ടിക്കഴിഞ്ഞ കാശെല്ലാം കൂടെ കമ്മിറ്റിക്കാർ തിന്നുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയി തീരുമോ, നമുക്കില്ലാതാവുമോ, നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കിട്ടിയ കാശ് ഇല്ലാതാവുമോ എന്നുള്ള മാനസിക അവസ്ഥ എല്ലാം കൂടിക്കൊണ്ട് അവിടുന്ന് ചാടി കളിച്ചുകൊണ്ട് സൗദി അറേബ്യയിൽ വരികയും ഉമ്മയ്ക്ക് കാണിച്ചു. ആ ടാസ്ക് കഴിഞ്ഞു. അതായത് റഹീമിനെ മോചിപ്പിച്ച് ഉമ്മയെ കാണിക്കുക, ആ ടാസ്ക് എല്ലാം കഴിഞ്ഞു. ഇനി റഹീമിൻ്റെ വിധി പോലെ വരും. എത്ര വർഷം ഇനിയും ഇവിടെ കിടക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വിധി പോലെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗ്യം പോലെ ഉണ്ടാവും. ഇത്തരത്തിലാക്കിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനും അതുപോലെ 1, 2, 3 യൂട്യൂബർമാരും ആണ് എന്നുള്ളത് സർവ്വജനങ്ങളും അറിയണം, പൊതുജനങ്ങൾ മൊത്തം അറിയണം. ഇവിടെ ആരും ആരുടെ ഒരു ചില്ല കാശ് പോലും തിന്നുവാൻ കഴിയില്ല. മുഴുവൻ കണക്കുകളുള്ളതാണ്. പിന്നെ എന്തിന് ഇവർ ബേജാറാവണം? എന്തിനു വേണ്ടി ഇവർ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ഉമ്മയെ ഇവിടെ കൊണ്ടുവന്ന് എവിടെയോ കൊണ്ടിറക്കി? ഈ ഇത്രയും കാലം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് കയ്യിൽ നിന്നും പിരിവെടുത്തിട്ടും ഇതിന് പിറകിൽ വർഷങ്ങളോളം നടന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഇവരെയെല്ലാം വെറും പുറംകാല കൊണ്ട് തട്ടിക്കൊണ്ട് ഇതാ പിടിച്ചോ എന്ന് റഹീമിനെ പോയി കാണുക, ഇറക്കിക്കൊണ്ട് കരിപ്പൂർ കൊണ്ട് ഇറക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ പൊന്നു സുഹൃത്തുക്കളെ, അദ്ദേഹത്തിൻ്റെ കേസ് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും കുറ്റവിമുക്തൻ ആക്കപ്പെട്ടിട്ടില്ല. അവനെ ആ വധശിക്ഷ ഇനി നടക്കൂല എന്നുള്ളതിൽ അപ്പുറത്തേക്കായിട്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാനായിട്ടില്ല. ഇനി കോടതി വിചാരണയ്ക്ക് വെക്കണം. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പഴയതുപോലെ തന്നെയാണ് പറഞ്ഞത്. എൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ ഞാൻ തട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്യൂബ് ഊരിപ്പോയി. അപ്പോഴും അവിടെ ചോദ്യം കിടക്കുകയാണ്, ഈ ട്യൂബ് ഊരിയെങ്കിലും അദ്ദേഹത്തിനെ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുവാനുള്ള സമയമുണ്ടായിരുന്നു. അതിന് പകരം അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്നവരെ കാത്തു നിൽക്കുകയും തൻ്റെ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് ഒരു കള്ളക്കഥ മെനയുകയും ഇത്തരത്തിൽ അഭിനയിക്കുകയും എല്ലാം ചെയ്തു. അതായത് കൊടും ക്രിമിനലുകൾ ചെയ്യുന്ന കുറ്റമാണ് റഹീം ചെയ്തത് എന്നാണ് ഇവിടെ കേസ് ഫയലിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇനി രക്ഷപ്പെടണമെങ്കിൽ സ്ഥിരമായി ഒരു കുറ്റവാളിയല്ല എന്നും കയ്യബദ്ധം പറ്റിപ്പോയതാണോ എന്നുള്ളതിലുള്ള ഒരു അന്വേഷണവും ഇത്തരത്തിലുള്ള സൗദി ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദാര്യവും എല്ലാം ചേർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്തെങ്ങാനും ഇറങ്ങാൻ കഴിയും. അല്ലാത്ത പക്ഷം എല്ലാ കാര്യങ്ങളും പരസ്യപ്പെട്ട് കഴിഞ്ഞു. ഏകദേശം ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ എത്ര കോടികൾ നമ്മളെടുത്ത് ഇതിൻ്റെ പേരിൽ സ്റ്റോക്ക് ഉണ്ടെന്നും എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി റഹീമിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ വന്ന് കാണുന്നതോടുകൂടെ ഈ ടാസ്ക് അവസാനിക്കും. റഹീമിൻ്റെ മോചനം ഒരുപാട് വൈകും എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പിറകിൽ കളിച്ച കളികൾ ആരൊക്കെ കൂടി കളിച്ചോ അവരെ പൊതുജനങ്ങൾ പരസ്യമായി കൊണ്ട് തന്നെ വിചാരണ ചെയ്യണം. ആ മോചനത്തിൻ്റെ പ്രശ്നത്തിൽ കിടന്ന് ഇത്തരത്തിൽ വിരകി കുളമാക്കിയ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന റഹീമിൻ്റെ മോചനം
എത്രത്തോളം വൈകിക്കാൻ പറ്റുമോ അത്രത്തോളം വൈകിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ചില കുടുംബക്കാരെയും അതുപോലുള്ള ആ യൂട്യൂബർമാരെയും എന്ത് ചെയ്യണമെന്ന് പൊതുജനങ്ങൾ തീരുമാനിക്കുക. അതുപോലെ തന്നെ ആ പാവപ്പെട്ട ഉമ്മയെ പൊതുവേദിയിൽ ഇരുത്തിക്കൊണ്ട് മാസ്കും ഇടിച്ചുകൊണ്ട് കരയിപ്പിച്ചുകൊണ്ട് അവിടെ പ്രഭാഷണം നടത്തുന്ന റിയാദ് കമ്മിറ്റിയുടെ പ്രവർത്തനം ഒരിക്കലും ശരിയല്ല. അത് തീർത്തും അനീതിയാണ്, ആ ഉമ്മയോട് ചെയ്യുന്ന അനീതിയാണ്. ആ ഉമ്മയ്ക്ക് മകനെ കാണുക എന്നുള്ളതിനപ്പുറം ആ ഉമ്മയ്ക്ക് ഒന്നും അറിയില്ല. ലക്ഷക്കണക്കിന് രൂപ ഉമ്മയുടെ കയ്യിലുണ്ടെങ്കിലും അതെല്ലാം ചെലവാക്കിക്കൊണ്ട് ആ മകനെ മോചിപ്പിക്കണം എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ആ ഉമ്മയ്ക്ക് അറിയാവൂ. ഇതിനെല്ലാം പിറകിൽ കളിക്കുന്നത് 1-2 യൂട്യൂബർമാരും അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണ്, മറ്റ് സ്വന്തക്കാരുമാണ്. ഇത് മനസ്സിലാക്കുക. അതുപോലെ ഇനിയെങ്കിലും ആ പൊതുവേദിയിൽ ആ ഉമ്മയിട്ട് കരയിക്കാതിരിക്കുക. ഇനി എത്രയും പെട്ടെന്ന് ആ ഉമ്മയെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. റഹീമിൻ്റെ സഹോദരനും ഈ യൂട്യൂബർമാരും കുറച്ച് ആളുകളും ഉമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിഷയം ഇത്രത്തോളം വഷളാക്കിയത് കൊണ്ട് ഇനി റഹീമിൻ്റെ മോചനം എന്ന് നടക്കും എന്നുള്ള, പെട്ടെന്ന് നടക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. റഹീമിന് ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത സിറ്റിങ്ങിൽ ഒരുപക്ഷെ റിലീസിംഗ് വന്നേക്കാം. ദൈവവിശ്വാസികളായിട്ടുള്ളവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.